കൂട്ടുകാരെ, ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു നല്ല പാഠം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കോയമ്പത്തൂർ കുടുംബസമേതം താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു വയോധിക നടന്നു പോകാറുണ്ടായിരുന്നു. ഒരു തമിഴിയൻ ലേഡിയാണ്. 90 വയസ്സിന് മേലെയെങ്കിലും പ്രായമുണ്ടാവും. വടിയൊക്കെ കുത്തിപ്പിടിച്ച് സുന്ദരിയാണ് കാണാൻ. ചെറിയൊരു മനുഷ്യത്തി, നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വെള്ള ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇവര് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ എനിക്ക് വളരെ ജിജ്ഞാസ തോന്നി. അവർക്ക് അവിടെ ആ ടൗൺ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല വിലയേറിയ ഭൂമിയായിട്ട് അവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം അതിൻ്റെ നടുക്കുണ്ട്. മുൻപ് ഒട്ടും വിലയില്ലാതിരുന്ന സ്ഥലമെല്ലാം പെട്ടെന്ന് വിലക്കയറ്റമായി. ഒരു സെന്റ് സ്ഥലത്തിന് സ്വർണത്തിന്റെ വില കൊടുക്കണമെന്നുള്ള രീതിയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. അത് ആ സ്ഥലം മുഴുവൻ ഈ സ്ത്രീയുടേതാണ്. ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ല. ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളൊക്കെ ഉണ്ട്. അവരൊന്നും ഇവരുടെ കൂടെ വരുന്ന കാണാനില്ല. ഇവരവിടെ പോയിട്ട് ഒരു നല്ല പന്തലിച്ച മരത്തിന്റെ അടിയിൽ ഇരുന്ന് നല്ലപോലെ ആസ്വദിക്കുകയാണ് ആ സ്ഥലം കണ്ട്. വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് അവർ തിരിച്ചു വീട്ടിൽ പോകും. ഒരിക്കലും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഇവരെ സമീപിച്ച് പറഞ്ഞു, അമ്മ ഇത്രയും സ്ഥലമുണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ കുറച്ചായിട്ട് സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നല്ല വില തരാം. അപ്പോൾ ആ സ്ത്രീക്ക് ആ സ്ഥലം വിൽക്കാനും ഇഷ്ടമില്ല, അവർക്ക് വിലയും വേണ്ട. അവരുടെ സ്ഥലമാണ്, അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഭൂതി. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കുറേ കഴിഞ്ഞു പോയി. ഒരു ദിവസം അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഇത് കോടിക്കണക്കിന് വിലയുള്ള സ്വത്താണിത്, എത്ര കോടിയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ തമാശന് അവരെ പറ്റി റെഫർ ചെയ്യുന്ന കോടിയമ്മയാണ്. അങ്ങനെ ആ കോടിയമ്മ അവിടെ ഇരുന്നിരുന്ന് കുറേ കാലം കഴിഞ്ഞപ്പം മരിച്ചുപോയി ഞങ്ങൾ കേട്ടു. പിന്നെ ഏതായെന്നൊന്നും അറിയത്തില്ല. ഏതായാലും അത് ഞാനിങ്ങനെ ആലോചിക്കുക ചെയ്ത്, ആ കോടിയമ്മയുടെ സ്വർഗം ആ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കോടിയമ്മമാരും കോടിയപ്പന്മാരും ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലുമുണ്ട്, കേരളത്തിന് വെളിയിലുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു അനുഭൂതിയുടെ പുറത്ത് അതിൻ്റെ പുറകെ പായുന്ന ആൾക്കാർ. നമുക്കിതൊരു നല്ല കോടിയമ്മയുടെ പാഠം, കോടിയമ്മ പഠിപ്പിച്ചു തന്ന പാഠം മരിക്കുവോളം മറക്കാൻ പറ്റുകയില്ലാത്ത ഒരു പാഠമാണ്. അതിനേക്കാൾ വിലയുള്ള എന്തെല്ലാം ഈ ലോകത്തിലുണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് അവരാ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കാലം തള്ളി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്?